നമസ്കാരം ഏവർക്കും ഡ്രൈവ് വിത്ത് പെട്രോൾ ഹെഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള സൂപ്പർബി എന്ന ഓട്ടോമൊബൈൽ യൂണിയനാണ്. ഇവിടുത്തെ വണ്ടി വിശേഷങ്ങളും അതുപോലെ തന്നെ വണ്ടി ഡീറ്റെയിലിങ്ങും പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വരുന്നതാണ് സൂപ്പർബി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായ അഷ്റഫ് ബ്രോ. ഇദ്ദേഹവും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളും വണ്ടി കാര്യങ്ങളും എല്ലാം പറയുന്നത്. ഇവിടെ നമുക്കിപ്പം കാണാൻ പറ്റുന്ന വണ്ടികളെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ടൈപ്പ് 2 സിറ്റി ഉണ്ട്, പിന്നെ പോർഷെ കയനസ് ഫസ്റ്റ് ജനറേഷൻ വണ്ടി, നാനോ ഉണ്ട്, പൂണ്ടയുണ്ട്, പോളയുണ്ട്, പിന്നുള്ളത് സിനോൺ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഒരു പഴയ ജിപ്സി കിടപ്പുണ്ട്, പക്ഷെ അതെല്ലാം ടയറൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. മൊത്തത്തിൽ കണ്ടം ചെയ്യുന്ന അവസ്ഥ കിടക്കുന്ന ഒരു വണ്ടിയാണ്. അതിന് എത്ര നാളെടുക്കുമെന്ന് അറിയത്തില്ല അത് റിപ്പയർ ചെയ്ത് പുറത്തിറക്കാൻ വേണ്ടി. ഇത് മെഴ്സഡസിൻ്റെ W211 എന്ന് പറഞ്ഞ ഇ ക്ലാസ് മോഡലാണ്. ഇത് 2002-2009 വരെയായിരുന്നു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. W210 റീപ്ലേസ് ചെയ്ത് ഇറക്കിയ മോഡലാണ് ഇത്. ഈ കാണുന്നത് പോർഷെ കയൻ ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. അപ്പം ഇതിന് അന്ന് വന്നിരുന്നത് 2 V6 പെട്രോളും 4 V8 പെട്രോളും പിന്നെ ഒരു V6 ഡീസലും കൂടിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് കട്ട് ചെയ്ത് ഒരു ഓപ്പൺ പൈപ്പ് വെക്കാൻ വേണ്ടിയാണ്. അപ്പം അതിന് ഭാഗമായിട്ട് ഇവർ ഷെല്ല് ഉൾപ്പെടെയുള്ള പാർട്ട് കട്ട് ചെയ്തിട്ട് അവിടെ 2 ഓപ്പൺ പൈപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഷെഡ് ഉൾപ്പെടെയുള്ള പാർട്ട്. അപ്പം ഈ പാർട്ട് മാറ്റിയിട്ടാണ് അവിടെ ഒരു ഓപ്പൺ പൈപ്പ് വെക്കാൻ പോകുന്നത്. ഇത് 3 ലിറ്റർ എഞ്ചിനാണ്. ആദ്യം വണ്ടികൾ വന്നിട്ടില്ല. ഇത് നോർമലി ഹെവി വെഹിക്കിൾസ് വരുന്ന എഞ്ചിനാണ്. ഈ വണ്ടിക്ക് പ്രത്യേകമായിട്ട് ഇറക്കിയത്. ഇപ്പോൾ ആർമി യൂസിനൊക്കെ ഉള്ളതുകൊണ്ട് പവറുള്ള എഞ്ചിനാണ്. പിന്നെ 4 വീൽ ഡ്രൈവ് ഇതിന് 2 ഓപ്ഷൻ ഉണ്ട്. 2.2 എഞ്ചിനുണ്ട്. ഇത് 3 ലിറ്റർ ഡൈക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. വണ്ടി കിട്ടാൻ ഇപ്പോൾ പാടാണ്. അതാണ് എഞ്ചിൻ സൈഡ്. ഇപ്പോൾ എഞ്ചിൻ സൈഡ് നമ്മൾ വേറെ മേജർ മോഡിഫിക്കേഷൻസും ചെയ്തിട്ടില്ല. എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ. റീപ്ലേസബിൾ എക്സോസ്റ്റ് കിറ്റ് ഉണ്ട് ഫ്ലഡിൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ എന്താ, നമ്മൾ റിലയബിലിറ്റിയാണ് നോക്കുന്നത്. എക്സ്പെഡിഷൻ വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മൾ എഞ്ചിനെ അധികം തൊട്ടിട്ടില്ല, ഒള്ളി എക്സോസ്റ്റ്. ഇത് സ്നോർക്കിളാണ്. നമ്മളിത് ഫ്ലഡ് റെസ്ക്യൂവിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതിന് ഒരു ഇൻ്റർചേഞ്ചബിൾ എക്സോസ്റ്റും ഉണ്ട് ഫ്ലഡിന് വേണ്ടി. ഫ്ലഡ് വന്നാൽ നമുക്കത് മാറ്റി വെച്ചാൽ അതും പൊക്കി വെക്കാം. പിന്നെ സ്നോർക്കിൾ, ബ്രീത്തിങ്. പിന്നെ ബേസിക്കലി എക്സ്പെഡിഷൻ വെഹിക്കിളാണ് ഇത്. അവിടെ റൂഫ് റാക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിലോട്ടുള്ളൊരു വലിയ ടെൻറ്റാണ്. അപ്പോൾ വണ്ടിയിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യത്തിന് എല്ലാ കാര്യത്തിനും. അപ്പോൾ വണ്ടിയിൽ തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ടാലും പവർ ഉണ്ടാവും ചാർജ് ചെയ്യാനും എല്ലാ കാര്യത്തിനും. ഫാനും ലൈറ്റ് പിന്നെ നമുക്ക് വേറെ ഇലക്ട്രോണിക്സ് എല്ലാം ചാർജ് ചെയ്യാം. പിന്നെ അത് പവർ ചെയ്യുന്ന സോളാർ കിറ്റാണ്. ബാക്കി എക്സ്പെഡിഷന് പോകാനുള്ള വലിയ മട്ടേഴ്സും ഇതും എല്ലാം ഉണ്ട്. ഷോക്സ് ഉണ്ട്, കോണിൻ്റെ ഷോക്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി എൻജിൻ സൈഡ് തൊടാതെ നമുക്ക് എങ്ങനെ റിലയബിളായിട്ട് പറ്റുന്നത്രയും പോകാൻ പറ്റുമോ അതാണ് നമ്മുടെ എക്സ്പെഡിഷൻ പോലെ വണ്ടിയിൽ തന്നെ നിൽക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ ഉദ്ദേശം. ഫാബ്രിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിൽ ഇതിൻ്റെ കുക്കിംഗ് ഗിയറും ഷവർ ഏരിയ എല്ലാം ഇതിൻ്റെ ബാക്കിൽ വരും. ഇതതിൻ്റെ സോളാറിൻ്റെ സിസ്റ്റം. മുകളിൽ 50 വാട്ട്സിൻ്റെ 2 പാനൽ, അപ്പോൾ ടോട്ടൽ 100 വാട്ട്സ്. അത് ഈ പവർ കൺട്രോളിലോട്ട് വരും. ആ പവർ കൺട്രോളറിൽ നിന്ന് 100 ആംസിൻ്റെ ബാറ്ററി പാക്ക് സീറ്റിൻ്റെ ബാക്കിലുണ്ട്. ഇത് പവർ ചെയ്യുന്ന ഇപ്പം നമുക്കൊരു ഇൻറ്റേർണൽ ലൈറ്റ് ഉണ്ട്, ഫാനുണ്ട്, പിന്നെ ഒരു കൂളറുണ്ട്, പിന്നെ ഒരു പ്ലഗ് പോയിൻറ്റും കൂടെ ഉണ്ട്. ഈ പ്ലഗ് പോയിൻറ്റിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ചാർജ് ചെയ്യാം. ലാപ്ടോപ്സ് തൊട്ടിട്ട് ക്യാമറ, ലാപ്ടോപ്സ് എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ടെസ്റ്റ് ചെയ്തടിക്ക് 9 hours ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ പാനലിൽ നിന്ന്. പിന്നെ കണ്ടിന്യൂസ് ചാർജിങ് ആണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഫോൺ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചാർജ് ചെയ്യാം. ഇത് 203 മോഡലാണ് വരുന്നത്. നമ്മുടെ ബെൻസ് 203 മോഡൽ 2003 മോഡലാണ് വരുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് സി ക്ലാസ് C180. ഇതിൽ നമ്മളിപ്പോൾ ലോവറിങ് ചെയ്തിട്ടുണ്ട്. ലോവറിങ് ട്രിപ്പിൾസിൻ്റെ സ്പ്രിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾസിൻ്റെ സ്പ്രിങ്ങും എക്സ്ട്രാ പിന്നെ മോമോൻ്റെ വീലും കയറ്റിയിട്ടുണ്ട്. മോമോൻ്റെ വീലാണ് ഇത് കയറ്റിയിട്ടുള്ളത് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഷോക്കും മൗണ്ടും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള മെയിനായിട്ട് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്ക് അപ്ഗ്രേഡ് ബ്രംബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കാണ്. ഇപ്പോൾ അടുത്ത് ബ്രംബോയിലേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. അതിനൊരു 50,000 റേഞ്ച് വരും ബ്രംബോയിൽ ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പോൾ ഒരു
നോർമൽ സർവീസ് വർക്ക് കഴിഞ്ഞ് കിടക്കണം. ഇവിടെ കോണ്ടസ പിന്നെ ഫുള്ളി പണിയാൻ വേണ്ടി കൊണ്ടിട്ടേപ്പുണ്ട്. അപ്പോൾ ഇതൊരു 85 മോഡലാണ്, 85-90 കാലഘട്ടത്തിലുള്ള വണ്ടിയാണ്. ഇത് മൊത്തത്തിൽ ദ്രവിച്ച് പിന്നെ എൻജിനെല്ലാം അഴിച്ച് പണിയാൻ വേണ്ടി കൊണ്ടിട്ടേക്കുവാണ്. അപ്പോൾ ഏകദേശം എൻജിൻ പണിയാൻ വേണ്ടി ഫുൾ അഴിക്കാൻ പോവാണ്, അതിൻ്റെ പരിപാടി നിൽക്കുവാണിത്. പിന്നെ വണ്ടി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കുറേ കാലമായിട്ട് വണ്ടി പൊടിയും മഴയും നനഞ്ഞ് കിടന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഫുൾ ബോഡി ഇങ്ങനെ തുരുമ്പിച്ച് പോകത്തില്ല. അപ്പോൾ ഈ ഒരു കൗളൊക്കെ നോക്കുന്നത് തന്നെ കാണാൻ പറ്റുന്നത് ഫുള്ള് ദ്രവിച്ച അവസ്ഥയാണ്. അപ്പോൾ വണ്ടി റീപെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലെ റീസ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പണിയായിരിക്കും. ഈ ഒരു ഡോർ തന്നെ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണ്, ഡോറൊന്നും ഓപ്പൺ ആവില്ല, തുരുമ്പിച്ചുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ദ്രവിച്ചു പോയി. അപ്പോൾ അകത്തോട്ട് നോക്കുമ്പോൾ അകത്തെ അവസ്ഥ ഉണ്ടായ സങ്കടം തോന്നുന്നു. കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ഇടുന്നതുകൊണ്ട് എല്ലാം നാശമായി പോയിട്ടുണ്ട്. കോണ്ടസ് എന്ന വണ്ടിയെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 1984 ഇന്ത്യയിൽ ഇറക്കിയത്. അന്ന് തൊട്ട് 2002 വരെയായിരുന്നു കോണ്ടസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്, ഏകദേശം 18 വർഷം. ആ ഒരു 18 വർഷം കൊണ്ട് തന്നെ കോണ്ടസ നല്ലൊരു സെയിൽസ് ആയിരുന്നു ഇന്ത്യയിൽ കാഴ്ചവെച്ചിരുന്നത്. കോണ്ടസ എന്ന വണ്ടിയെ ആ കാലങ്ങളിൽ വിളിച്ചിരുന്നത് റോഡുകളുടെ രാജാവെന്നായിരുന്നു. അതിൻ്റെ ആഠ്യത്വവും ആഡംബരവും അതുപോലെ തന്നെ പ്രീമിയം ഫിനിഷിങ്ങുമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും എല്ലാം ആ കാലഘട്ടത്തിലെ ഒരു മികച്ച വണ്ടിയായിട്ടായിരുന്നു കോണ്ടസ മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു സ്വപ്ന വാഹനമായിരുന്നു കോണ്ടസ എന്ന് പറയുന്നത്. കോണ്ടസയുടെ കാര്യം പറയുമ്പോൾ കോണ്ടസയ്ക്ക് ഒരു ഫോറിൻ കമ്പനിയായിട്ടൊരു ബന്ധമുണ്ട്. UK ഫോക്സ്വാൾ എന്ന കമ്പനിയുടെ VX എന്ന മോഡലിൻ്റെ ഡിസൈനാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇവിടെ കോണ്ടസ് എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നത്. അന്ന് അവിടെ നിർത്തലാക്കിയ കമ്പനി അവരുടെ ഡൈയിങ് ടൂൾ ഉപയോഗിച്ചായിരുന്നു കോണ്ടസ് എന്ന വണ്ടിയെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് മാക്സിമം 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ സർവീസ് ചെയ്യണത് ഓയിൽ സർവീസാണ് മെയിനായിട്ട് ചെയ്യണത്. പീരിയോഡിക് സർവീസ് എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അപ്ഗ്രേഡിങ്, പിന്നെ ട്യൂണിങ്, ലോവറിങ് സ്പ്രിങ്സ്, എല്ലാ പരിപാടിയും. പെയിൻറ്റിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഫുൾ പോളിഷിങ്, എല്ലാ പരിപാടിയും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെയൊക്കെ മെയിനായിട്ട് വരുന്ന വണ്ടികൾ പോളോ, ബെൻസ്, പഴയ മോഡൽ ബെൻസാണ് കുറച്ച് വരുന്നത് കൂടുതലും. പിന്നെ പോളോ, വെൻറ്റോ, പിന്നെ അതിൽ ലോവറിങ് സ്പ്രിങ് മെയിനായിട്ട് വരുന്നത് പോളോന് ഏറ്റവും അനുകൂലം വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പോർഷയുടെ തന്നെ ഇതേപോലെ എക്സോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻഡിക്കാൻ പോലെ നല്ലൊരു സൗണ്ടും എഫക്റ്റൊക്കെ നല്ല രസമായിട്ട് വരും. പിന്നെ മെയിനായിട്ട് നമ്മൾ സാനോണിൻ്റെ ഒരു സൈഡിലൊരു ടെൻറ്റൊക്കെ അടിച്ചിട്ടുള്ളൊരു സോളാർ പാനലും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വോൾഫിൻ്റെ എയർ ഫിൽമിൽ ട്യൂണിങ് ചെയ്യുന്നുണ്ട്, റീമാപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സിമോട്ട എയർ ഫിൽറ്റർ നമ്മൾ അവൈലബിൾ ആണ്. സിമോട്ടയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തത്. ഇൻടേക്ക് നമ്മളെ സ്റ്റോക്ക് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇൻടേക്ക് പൈപ്പ് അടിച്ച് പക്കയായിട്ട് ചെയ്ത് തരും. അതാണ് മെയിനായിട്ട് ചെയ്യണത്. പിന്നെ ഹോണ്ട സിറ്റി പഴയ മോഡലൊക്കെ നമുക്ക് വരാറുണ്ട്, വേറെ വളരെ എടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് അത് ലോവർ സ്പ്രിങ് ചെയ്ത് പെയിൻറ്റിങ് റിസ്റ്റോറേഷനൊക്കെ ചെയ്ത് പക്കയ്ക്ക് കൊടുക്കാറുണ്ട്. ഇത് പോളോ TDI 3 സിലിണ്ടർ വണ്ടി. ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ടൈമിംഗ് കിറ്റായിട്ട് നമ്മൾ മാറാം. അതായത് ടെൻഷനർ, പിന്നെ വാട്ടർ പമ്പ് ഒക്കെ ആയിട്ട്. വാട്ടർ പമ്പ് മാറാറില്ല, പക്ഷേ എന്നാലും നമ്മൾ വാട്ടർ പമ്പ് മാറും. ടൈമിറ്റ് എന്തായാലും ഓൾറെഡി അയക്കണതാണല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വാട്ടർ പമ്പ് മാറുന്നുണ്ട്. ഇതിപ്പോൾ തേമാനം വന്നിട്ട് ഇപ്പോൾ 1 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ വണ്ടി ഓടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തേമാനം വന്നിട്ട് നമ്മളിപ്പോൾ ഇത് മാറണതാണ്. ഇതിപ്പോൾ മാറുമ്പോൾ നമ്മൾ ടൈമിംഗ് കിറ്റായിട്ട് എന്തായാലും മാറണം. ടെൻഷനർ, പുള്ളി എല്ലാം ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ പുതിയതൊക്കെ കുറച്ച് അങ്ങനെ തന്നെ നമ്മൾ ഒറിജിനലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വാട്ടർ പമ്പ് നമ്മൾ മാറും. വാട്ടർ പമ്പ് നമുക്കിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാക്സിമം ഒരു 50,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ എല്ലാ വണ്ടിയുടെ ചിലതൊക്കെ ലീക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ഇട്ട് ഓൾറെഡി ഈ സൈഡ് അയക്കണ കാരണം നമ്മളതിന് വാട്ടർ പമ്പ് മാറി കൊടുക്കുകയാണ്. ഇവിടെ നമുക്കൊരു സിവിക്ക് കാണാൻ പറ്റും, കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടി. അതുപോലെ തന്നെ ഒരു ക്രൂസ്, അത് പെയിൻറ്റ് ചെയ്യാനും ബമ്പർ പെയിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി കൊണ്ടിട്ടേപ്പുണ്ട്. ആക്ച്വലി ഇത് 13 ഇഞ്ച് തൊട്ട് 20 ഇഞ്ച് വരെ നമ്മുടെ ഇപ്പോൾ ഡിസ്പ്ലേ വീലുണ്ട്. അതായത് 13 ഇഞ്ച് വരെയുള്ള നമ്മുടെ ഇന്ത്യൻ കാർസ് തൊട്ട് പ്രീമിയം കാർസ് ആയിട്ടുള്ള ബെൻസ്, ഓഡി എല്ലാത്തിൻ്റെയും OE ടൈപ്പ് വീലും കിട്ടും. അതുപോലെ തന്നെ അപ് സൈസ് വീലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ മെയിനായിട്ട് ലെൻസോ, മോമോ, റോട്ടിഫോം, നീഷ് ബ്രാൻഡ്, ഇൻഫോജർ, TSW ഇതൊക്കെ നമുക്ക് ബൈ ഓർഡറായിട്ട് നമ്മൾ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും. ഒരു 16,000 17,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെയുള്ള വീലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ്.
സാധാരണ നമ്മളൊരു കോമൺ കാർ ഇപ്പം ഏതെങ്കിലും ഒരു ഹോണ്ട സിറ്റി അങ്ങനെ അത് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഒരു 15 ഇഞ്ച് തൊട്ട് 17 ഇഞ്ചൊക്കെയാണ് സാധാരണ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു 25,000 തൊട്ട് ഒരു 42,000 വരെയൊക്കെ ആണെങ്കിൽ നല്ല ബ്രാൻഡഡ് വീലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. സൂപ്പർബി എന്ന സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.